മദ്യവിൽപ്പനയുടെ ഓൺലൈൻ സംവിധാനം എന്ന കാര്യത്തിൽ ബെവ്കോയ്ക്ക് തിരിഞ്ഞുനോട്ടമില്ല. ആ സംവിധാനവുമായി മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ആപ്പ് നിർമ്മിക്കുന്നത്. അത് 10 ദിവസത്തിനകം പൂർത്തിയാകും. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഓൺലൈനായി മദ്യം വാങ്ങിക്കാനുള്ള സംവിധാനം നിലവിൽ വരും. അതിന് സർക്കാരിൻ്റെ അനുമതി ആവശ്യമില്ല. അതായത് കസ്റ്റമറിന് ആപ്പിലൂടെ മദ്യം ബുക്ക് ചെയ്യുകയും അതിൻ്റെ പണം അടയ്ക്കുകയും ചെയ്യാം. അവിടെ നിന്ന് ലഭിക്കുന്ന സമയം അനുസരിച്ച് ബെവ്കോയുടെ ഔട്ട്ലെറ്റിൽ ചെന്നാൽ പ്രത്യേക കൗണ്ടർ വഴി ഈ മദ്യം വാങ്ങിക്കൊണ്ട് പോകാനും കഴിയും. അതിന് ക്യൂ നിൽക്കേണ്ട. ആ സംവിധാനം 10 ദിവസത്തിനകം നിലവിൽ വരുമെന്നാണ് MD പറയുന്നത്. ഇനി ബെവ്കോയുടെ വലിയ അഭിലാഷം എന്ന് പറയുന്നത് ഹോം ഡെലിവറിയാണ്. അതിലേക്ക് പോകണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം. അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുമായിട്ടാണ് ബെവ്കോ മുന്നോട്ട് പോകുന്നത്. ഏതായാലും അതിൻ്റെ പദ്ധതി രൂപരേഖയെല്ലാം തയ്യാറായി കഴിഞ്ഞു. മാത്രമല്ല ഇപ്പോൾ ഈ ഓൺലൈൻ കച്ചവടത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ആപ്പിൽ തന്നെയാകും ഹോം ഡെലിവറി സംവിധാനവും വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ആപ്പ് വഴി ആകും ഹോം ഡെലിവറിക്കുള്ള ബുക്കിങ്ങും നടത്തേണ്ടത്. അത് പക്ഷേ വിതരണം സ്വിഗ്ഗിയോ ആമസോൺ പോലുള്ള കമ്പനികളെ ഏൽപ്പിക്കും. അത് ടെൻഡർ വിളിച്ച ശേഷം ആ നടപടിക്രമം പൂർത്തിയാക്കിയായിരിക്കും. അല്ലാതെ നമ്മൾ ഫുഡിന് ഇപ്പോൾ ഉപയോഗിക്കുന്ന ആപ്പല്ല അതിന് ഉപയോഗിക്കുന്നത്. ബെവ്കോ ഇപ്പോൾ തയ്യാറാക്കുന്ന ആപ്പ് തന്നെയാണ്. ഏതായാലും ഈ ഒരു നിലപാടിൽ ബെവ്കോ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ സർക്കാരിൽ നിന്ന് അതിനുള്ള അനുമതി കിട്ടാൻ, ഹോം ഡെലിവറിക്കുള്ള അനുമതി കിട്ടാനുള്ള എല്ലാ സമ്മർദ്ദവും ബെവ്കോ നടത്തും. കാരണം അവർ പറയുന്നത് തിരക്ക് കുറയ്ക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല 500 കോടി രൂപയിൽ അധികം വരുമാനം ബെവ്കോയ്ക്ക് ഇതുവഴി ലഭിക്കും എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇത് നടപ്പാക്കി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളെല്ലാം ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി തള്ളുകയാണ്. അവർ പറയുന്നത് നിലവിൽ മദ്യവിൽപ്പന സംബന്ധിച്ചുള്ള ഉപഭോക്താവിനെ നേരിടുന്ന പ്രശ്നങ്ങൾക്കപ്പുറം പുതിയ ഒരു പ്രശ്നവും ഈ ഹോം ഡെലിവറി വഴി ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. മാധു, ശരി, അപ്പോഴും ഉപഭോഗം കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. 500 കോടിയുടെ അധിക വരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ വരുമാനത്തിലൂടെ മാത്രമാണോ അതോ ഉപഭോഗ വർധന കൂടി കണക്കിലാക്കുന്നുണ്ടോ? ഉപഭോക്താക്കളുടെ വർധനവ് കൂടി കൂടുതൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ബെവ്കോ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ബാറിലേക്കൊക്കെ പോകുന്ന കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് ഈ ആപ്പിനെ ആശ്രയിക്കുകയും ബുക്കിംഗ് അതുവഴി കൂടുതലായിട്ട് വരികയും ചെയ്യും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ തിരക്കും ക്യൂവും ഒക്കെയുള്ള ദിവസങ്ങളിൽ പലരും വാങ്ങുന്നതിൽ നിന്നും മടിച്ചു നിൽക്കാറുണ്ട്. അപ്പോൾ അവർക്ക് കൂടി സൗകര്യപ്രദം, കൂടുതൽ കസ്റ്റമേഴ്സിന് കൂടുതൽ സൗകര്യം ഉണ്ടാക്കുക, അതുവഴി വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ബെവ്കോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വീടുകളിൽ ഇതിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക നഷ്ടം ആൾക്കാർക്കുണ്ടാക്കും, ഒപ്പം കുട്ടികളുടെ ദുരുപയോഗം. ഇതൊന്നും ഈ നിലവിലുള്ള സ്ഥിതിയിൽക്കപ്പുറം പുതിയതായി ഒരു പ്രശ്നവും ഇതുവഴി ഉണ്ടാകില്ല എന്നുള്ള നിലപാടാണ് കൃത്യമായി ബെവ്കോ വേണ്ടി പറയുന്നത്. ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. പക്ഷേ ഈ ആപ്പുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിനോ അല്ലെങ്കിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനോ ബെവ്കോയ്ക്ക് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിലക്കുമില്ല. സർക്കാരിന് ഇതിന് താല്പര്യമുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളൊരു തടസ്സം മാത്രമാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത്. അത് LDF-ൽ ചർച്ച ചെയ്യേണ്ടി വരും. മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ വലിയ എതിർപ്പും ഉണ്ടാകും. KCBC പോലുള്ള വിഭാഗങ്ങളുടെ എതിർപ്പും ഉണ്ടാകും. അതിനെയൊക്കെ അതിജീവിക്കുന്ന കാര്യത്തിലാണ് സർക്കാരിനുള്ള ആശങ്കയുള്ളത്. പ്രത്യേകിച്ച് അടുത്ത 2 വർഷവും തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ സമയത്ത് സർക്കാരിനെതിരെ മദ്യ ഉപഭോഗം കൂട്ടി എന്നുള്ള ആരോപണം നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ബെവ്കോ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്.